ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഇന്ന് വായിച്ച ഒരു പുതിയ നോവലിനെ കുറിച്ചാണ്. കഥാകൃത്തിൻ്റെ പേരും കഥയുടെ പേരും ഒക്കെ കണ്ടല്ലോ, എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ്. 4 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലേക്ക് ചെറുപ്പക്കാരെല്ലാം കാനഡയിലേക്കാണ് പോകുന്നത്. അത് ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ജർമ്മനി, ഓസ്ട്രേലിയ എന്നീ സ്ഥലങ്ങളിലേക്കാണ് കൂടുതൽ പേരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പേരും അന്യ നാടുകളിലേക്ക് പോകുന്നത് അവരുടെ ജോലി കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ നോക്കുന്നത്. അവരുടെ പ്രൊഫഷനെയോ അവരുടെ പാഷനെയോ നോക്കുന്നില്ല. അത് കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിയുമ്പോൾ അവരുടെ പാഷനും അവരുടെ ജോലിയും തമ്മിലൊരു വടംവലിയായിരിക്കും. അവരുടെ മനസ്സ് തമ്മിലൊരു വടംവലിയായിരിക്കും. അത് ഈ കഥയിൽ നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഒരാൾ നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വിദേശ രാജ്യത്തേക്ക് പോകുമ്പോൾ അവരുടെ വീടും സാഹചര്യങ്ങളും ആയിരിക്കും ആദ്യം മിസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫുഡായിരിക്കും. അവിടെ ചെന്ന് കിട്ടുന്ന ചപ്പാത്തിയും ബർഗറും ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചോറിനെയും സാമ്പാറിനെയും അവരെ ഓർക്കും. അതൊക്കെ ഇവിടെ കഥയിൽ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇല്ല എന്നല്ല, എല്ലാ നാട്ടിലും ഉണ്ട്. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ ഇച്ചിരി കൂടുതലായിട്ടുണ്ട്. റൂംമേറ്റ്സിനെ പേരറിഞ്ഞാൽ മാത്രം പോരാ, ഫുൾ നെയിം അറിയണം. എന്താണെന്ന് വെച്ചാൽ മനസ്സമാധാനത്തിന്, കിടന്നുറങ്ങാൻ, അവൻ്റെ ജാതി അറിയാനായിട്ടാണ്. അതിനെ ഇവിടെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എം മുകുന്ദൻ ചോര വാർന്നൊഴുകുന്ന മനസ്സുമായി ജന്മാന്തരങ്ങളിലൂടെ അലഞ്ഞു തിരിയാൻ വിധിക്കപ്പെട്ട ഇന്ത്യൻ യുവത്വത്തിൻ്റെ കഥ അപൂർവ ഭംഗിയോടെ ആവിഷ്കരിച്ചിരിക്കുന്ന ശക്തമായ ഒരു നോവലാണ് ഡൽഹി. ഡൽഹിയിൽ ചെന്നപ്പോൾ അവന് കൂട്ടുകാരൻ്റെ കെയർ ഓഫിലെ ഒരു ഗ്രിമി സാഹിബിൻ്റെ ഓഫീസിൽ ജോലി കിട്ടുകയും അത് ഉപേക്ഷിച്ച് അവൻ്റെ പാഷനനുസരിച്ചൊരു ജോലിയുടെ പുറകിന് പോയപ്പോഴുണ്ടായ ദുരവസ്ഥകളാണ് ഈ കഥയിൽ കൃത്യമായിട്ട് അദ്ദേഹം വിവരിക്കുന്നത്. എല്ലാവർക്കും നന്ദി. ഈ കഥ എല്ലാവരും വായിക്കുക. നല്ലൊരു നോവലാണ്, എല്ലാവർക്കും വായിക്കാൻ പറ്റും. അതുപോലെ തന്നെ നേരത്തെ ഞാനൊരു നോവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും എല്ലാവരും വായിക്കുക. വായിച്ചിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഓക്കെ, ബൈ.